ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 9ാമത്തെ രാശിയായ ധനുരാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമാന്യ ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. ധനുരാശിയുടെ രാശിയധിപൻ വ്യാഴമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ 1ാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്നത്. സെപ്റ്റംബർ മാസത്തിലെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം. നിങ്ങളുടെ രാശിയധിപൻ വ്യാഴം 8ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് 3-ൽ രാഹു, 4-ൽ ശനി, കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയം. 7-ൽ ചൊവ്വ, 9-ൽ സൂര്യൻ, ബുധൻ, കേതു, 10-ൽ ശുക്രനുമാണ്. ഈ മാസം രാശി പരിവർത്തനം ചെയ്യുന്ന ഗ്രഹങ്ങൾ 3 സെപ്റ്റംബറിന് ശുക്രനും, 7-ന് ബുധനും, 17-ാം തീയതി സൂര്യനും, 19-ാം തീയതി ചൊവ്വയുമാണ് രാശിമാറ്റം ചെയ്യുക. ഈ ഗ്രഹങ്ങളുടെ ഗോചരമനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം, ശിക്ഷ, സ്നേഹബന്ധം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും വീഡിയോ കാണുക. ഈ മാസം ആരോഗ്യം എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ മാസം വലിയ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയാം. എങ്കിലും അശ്രദ്ധ ഒഴിവാക്കണം. അഷ്ടമഭാവത്തിലെ ഗുരുവിൻ്റെ സ്വാധീനം കാരണം പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ടെൻഷൻ, ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ശരീരത്തിലെ ക്ഷീണം എന്നിവ ശ്രദ്ധിക്കുക. കൂടാതെ സെപ്റ്റംബർ 19-ന് ശേഷം ചൊവ്വ നിങ്ങളുടെ 8ാം ഭാവത്ത് വരുന്നു. ഉദരരോഗങ്ങൾ വരുന്നതിനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ആ സമയം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ കണ്ടകശനിയുടെ സ്വാധീനം 4ാം ഭാവത്തിൽ ഉള്ളതിനാൽ മാനസിക ടെൻഷൻ തീർച്ചയായും ഒഴിവാക്കുക. വീട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാതെ ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായി പരിഹരിക്കാൻ ശ്രമിക്കുക. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ നിങ്ങൾ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് വളരെ നല്ലതായിരിക്കും. എഡ്യൂക്കേഷൻ, 9ാം ഭാവത്തിലെ ഗ്രഹനില ഉയർന്ന വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ പരീക്ഷകൾ, വിദേശ വിദ്യാഭ്യാസം എന്നിവയ്ക്കും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ബുധൻ്റെ സ്വാധീനം പഠനശേഷിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനും സഹായകരമാകുന്നു. സെപ്റ്റംബർ 7-ന് ബുധൻ 10ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ പഠനത്തോടൊപ്പം കരിയർ പ്ലാനിങ്ങിനും പ്രാധാന്യം ലഭിക്കും. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുന്നവർക്ക് നല്ല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിന് സഹായകരമാകും. സ്നേഹബന്ധം, പ്രണയബന്ധങ്ങളിൽ ഈ മാസം ചില ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത.